നമസ്കാരം. അമ്മയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇവിടെ ഓരോ വരികളിലൂടെ ഒന്ന് എഴുതി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കിതിൻ്റെ പൊരുൾ മനസ്സിലാകുമെങ്കിൽ ഓരോ വരികളിലൂടെയും പോകാൻ ശ്രദ്ധിക്കുക. നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വില കൊടുത്താലും തിരിച്ചു കിട്ടാത്ത ഒന്ന് കൂടെ നിർത്തിക്കൊള്ളുക. പരിഗണന കൊടുത്ത് കൂടെ നിർത്തുക. കൂടെയുള്ളപ്പോൾ തന്നെ സ്നേഹം കൊടുത്ത് കൂടെ നിർത്തുക. അമ്മ ശകാരിക്കും. അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഓർക്കുന്ന നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കും, ഒരു കാലം വരും, ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ വഴികളിലൂടെയും നിങ്ങൾ കാണിക്കുന്നത് ഓരോന്നും കാണുമ്പോൾ അമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും, നന്നായി ശകാരിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങളെന്ന മക്കൾ ആ അമ്മയുടെ പ്രതീക്ഷയും സ്വപ്നവും എല്ലാമായിരുന്നു. ആ സ്വപ്നത്തെ തകർത്തുകൊണ്ട് തരിപ്പണമാക്കിക്കൊണ്ട് ആ പ്രതീക്ഷയെ ഇല്ലാതാക്കിക്കൊണ്ട് മക്കളുടെ മാത്രം ഇഷ്ടം നോക്കിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നഷ്ടമാകുന്നത് അമ്മയുടെ മനസ്സിൻ്റെ സന്തോഷവും അമ്മയ്ക്ക് ആ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട് മുറിവേൽപ്പിക്കുന്നതുമായ രീതിയായിരിക്കും. ആ മുറിവിനെ മറികടക്കണമെങ്കിൽ ഇനി ഒരു ജന്മമെടുത്താൽ മാത്രമേ ആ അമ്മയ്ക്കത് സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഏതെങ്കിലും മക്കൾക്കുണ്ടാവുമോ? അപ്പോൾ അമ്മ എന്നത് എപ്പോഴും മക്കളുടെ ഭാവി നന്നാക്കിയെടുക്കാൻ വേണ്ടി കൂടെ ഉള്ളുരുകി മനമുരുകി അവരുടെ പ്രതീക്ഷകളും അവരുടെ താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ടായിരിക്കും അമ്മമാർ മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. എന്നാൽ മക്കളുടെ വഴിയിൽ ഉയർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ അമ്മയുടെ മനസ്സിൽ എന്തായിരുന്നു തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷയെന്ന് മക്കൾ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആ അമ്മയുടെ സ്വപ്നം എന്തായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും. മക്കളായ നിങ്ങളോട് പറയുക, കൂടെ നിന്നുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ട് ഒരിക്കലും ഒരു ചതി മാതാപിതാക്കളോട് ചെയ്യരുത്. കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ അമ്മയുടെ മനസ്സിലാക്കിക്കൊണ്ട് നിന്നിട്ട് ആ അമ്മയെ പറ്റിച്ചുകൊണ്ട് പിന്നൊരു ജീവിതത്തിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ ആ അമ്മയുടെ മനസ്സിനേൽക്കുന്ന മുറിവിനെ പറ്റി നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക. ഒരിക്കലും കൂടെ നിന്നുകൊണ്ട് കൂടെ കൂട്ടിന് നിർത്തിക്കൊണ്ട് കൂടെ നിങ്ങളെ ആക്കാനായിട്ട് നിങ്ങളോളം വളരാനായിട്ട് ആകാശത്തോളം വളർത്താനായിട്ട് കൂടെ നിൽക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ആ അമ്മയുടെ മനസ്സറിയാതെ അവരുടെ താല്പര്യങ്ങളെ മുറിവേൽപ്പിക്കാതെയുള്ള ഒരു ജീവിതമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓർത്തു വയ്ക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.